നമ്മുടെ ദേശീയ ഗാനത്തിന്റെ പേരാകുന്നു ജനഗണമന. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി രചിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. നമ്മുടെ ദേശീയ ഗാനത്തിൽ ആകെ 13 വരികളാണുള്ളത്. നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗത്തിന്റെ പേരാകുന്നു ശങ്കരാഭരണം. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആകുന്നു. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരീ പുത്രിയായ സരളാദേവി ചൗധരി റാണിയാണ്. 1911 ഡിസംബർ 27 ബിഷൻ നാരായൺ ദർ അധ്യക്ഷത വഹിച്ച കൊൽക്കത്തയിലെ INC സമ്മേളനത്തിലാണ് ദേശീയഗാനം ആദ്യമായി രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരീ പുത്രിയായ സരളാദേവി ചൗധരി റാണി ആലപിക്കുന്നത്. ദേശീയഗാനം ആദ്യമേ ആലപിക്കുന്നതും ബംഗാളി ഭാഷയിലായിരുന്നു. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയെ ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് ആബിദ് അലി ആകുന്നു. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് വേർഷന്റെ പേരാകുന്നു മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് വേർഷനായ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാകുന്നു. ഈ ഒരു ഇംഗ്ലീഷ് വേർഷൻ തയ്യാറാക്കുവാനായിട്ട് രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ച വ്യക്തിയുടെ പേരാകുന്നു മാർഗരറ്റ് കസിൻ. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഹിന്ദി വേർഷനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഹിന്ദി വേർഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുവാനായി എടുക്കേണ്ട സ്റ്റാൻഡേർഡ് ടൈം എന്നത് 52 സെക്കൻഡ് ആകുന്നു. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട ഷോർട്ടസ്റ്റ് ടൈം എന്നത് 20 സെക്കൻഡ് ആകുന്നു. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയിൽ ജയ എന്ന വാക്ക് 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദേശീയ ഗാനത്തിലുള്ളതും എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തല്ലാത്തതുമായ പ്രദേശത്തിന്റെ പേരാകുന്നു സിന്ധ്. സിന്ധ് എന്ന പ്രദേശം ഇന്ന് പാകിസ്ഥാനിലാണ് ഉള്ളത്. അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല എഴുതി തയ്യാറാക്കിയതും രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. നമ്മുടെ ദേശീയ ഗാനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആകുന്നു. നമ്മുടെ ദേശീയ ഗീതത്തിന്റെ പേരാകുന്നു വന്ദേമാതരം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആകുന്നു. വർഷം 1882. 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിക്കുന്നത്. കൊൽക്കത്തയിലെ ബംഗാളിലെ അന്നത്തെ ബംഗാൾ ദർശൻ എന്ന മാഗസീനിൽ ആനന്ദമഠം എന്ന നോവലിലാണ് ആദ്യമായി ബംഗാളി ഭാഷയിൽ വന്ദേമാതരം അച്ചടിച്ചു വരുന്നത്. ഈ ആനന്ദമഠം എന്ന നോവലിന്റെ പ്രമേയം അന്ന് ബംഗാളിൽ നടന്ന സന്യാസി കലാപമായിരുന്നു. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാദുനാഥ് ഭട്ടാചാര്യ ആകുന്നു. വന്ദേമാതരം രചിച്ചിരിക്കുന്ന രാഗം എന്നത് ദേശ് രാഗമാകുന്നു. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. വർഷം 1896 കൽക്കത്തയിലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലായിരുന്നു. ആ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് റഹ്മത്തുള്ള സാഹിനി ആയിരുന്നു. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ രചിച്ചത് അരബിന്ദോ ഘോഷ് ആകുന്നു. മാത്രമല്ല ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റൊരു പ്രശസ്തമായ കൃതിയാകുന്നു ദുർഗേശ നന്ദിനി. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയും നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന ഡേറ്റ് എന്നത് 1950 ജനുവരി 24 1950 ജാനുവരി 24 നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയും നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദേശീയ ഗാനവും ദേശീയ ഗീതവുമായിട്ട് അംഗീകരിക്കുന്നത്. 2 ഫാക്ടുകൾ പറയാൻ വിട്ടുപോയി, അതുകൂടി പറയാം. അതായത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ പഴയ പേരാകുന്നു ഭാരത് വിധാത. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ പഴയ പേരാകുന്നു ഭാരത് വിധാത. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി അച്ചടിച്ചു വന്നത് 1912 1912 തത്വബോധിനി പത്രികയിലാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി അച്ചടിച്ചു വന്നത്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമേ ആലപിച്ചത് അത് നമുക്കറിയാമല്ലോ. അത് 1911 രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരി പുത്രിയായ സരളാദേവി ചൗധരി റാണിയാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത്. 1911 ബിഷൻ നാരായൺ ദർ അധ്യക്ഷത വഹിച്ച INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ ടാഗോറിന്റെ നീസ് എന്ന് പറയുമ്പോൾ സഹോദരി പുത്രിയായ സരളാദേവി ചൗധരി റാണിയാണ്. വർഷം ഡിസംബർ 27 1911 ആകുന്നു. എന്നാൽ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. വർഷം 1896 അതും INCയിലെ കൽക്കട്ട സമ്മേളനത്തിലാണ്. ആ സമയത്ത് INCയുടെ കൽക്കട്ട സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് റഹ്മത്തുള്ള സാഹിനി ആയിരുന്നു. അപ്പോൾ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആകുന്നു. വർഷം 1896. എന്നാൽ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കുന്നത് സരളാദേവി ചൗധരി റാണിയാണ്. വർഷം 1911.